കുവൈത്തിൽ സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി അധികൃതർ. വിസയുടെ കാലാവധിയും നിയമങ്ങളും കൃത്യമായി പാലിച്ചില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. കുവൈത്തിൽ സന്ദർശക വിസയിൽ എത്തുന്നവർ വിസയുടെ കാലാവധിയും നിയമങ്ങളും കൃത്യമായി പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും. സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് രാജ്യത്ത് പ്രവേശിക്കുന്ന തീയതി മുതൽ 30 ദിവസം താമസിക്കാൻ അനുമതിയുണ്ട്. വിസ കാലാവധിക്ക് 1 മാസം മുതൽ 3 മാസം വരെ കാറ്റഗറി അനുസരിച്ച് സാധ്യതയുണ്ടാകുമെന്നും അധികൃതർ പറയുന്നു. വിസ കാലാവധി കഴിഞ്ഞ് അധികമായി 1 ദിവസം പോലും താമസിക്കാനാവില്ല. അങ്ങനെ താമസിക്കുന്നത് നിയമലംഘനമായി കണക്കാക്കും. കാലാവധി കഴിഞ്ഞ് താമസിക്കുന്ന ഓരോ ദിവസവും 10 കുവൈറ്റ് ദീനാർ വീതം പിഴ ഈടാക്കും. 2000 കുവൈറ്റ് ദീനാറാണ് പരമാവധി പിഴ. അതേസമയം ദീർഘകാലം അനധികൃതമായി താമസിക്കുന്നവർക്ക് രാജ്യം വിടുന്നതിന് മുൻപ് പിഴ അടയ്ക്കൽ, നാടുകടത്തൽ, പ്രവേശന വിലക്ക് എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടണം. സന്ദർശക വിസയിൽ രാജ്യത്ത് വരുന്നവർ ജോലി ചെയ്യാൻ പാടില്ലെന്നും നിയമമുണ്ട്. കുടുംബം, ടൂറിസ്റ്റ്, കൊമേഴ്സ്യൽ, മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ഉൾപ്പെടെ മിക്ക സന്ദർശക വിസ വിഭാഗങ്ങൾക്കും ബാധകമാണ്. കുടുംബ സന്ദർശക വിസയ്ക്കോ ടൂറിസ്റ്റ് വിസയ്ക്കോ അപേക്ഷിക്കുന്നവർക്ക് 6 മാസത്തിൽ കുറയാതെ സാധുതയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഈ വിസയിൽ വരുന്നവർക്ക് 1 തവണ മാത്രമേ ആ വിസയിൽ രാജ്യത്ത് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.